ശുഭോപരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. ഭാഗവത മഹാത്മ്യം 5-ാമത്തെ അധ്യായം. ദുന്ദുകാരിയുടെ ദുർമൃത്യുവും മോചനവും. സൂത ഉവാച പിതരൂപരദേതേന ജനനീതാടിതാ വൃഷം ക്വകിത്തം തിഷ്ടതി ബ്രൂഹി ഹനിഷ്യേ ലത്തയാനചേത്. സൂതൻ പറഞ്ഞു, പിതാവിൻ്റെ മരണാനന്തരം ദുന്ദുകാരി മാതാവിനെ കഠിനമായിട്ട് ഉപദ്രവിച്ചു. പണം എവിടെ കുഴിച്ചിട്ടിരിക്കുന്നു? വേഗം പറ, പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ദണ്ടുകൊണ്ടടിച്ചു കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തു. ഇതി തദ്വാക്യസന്ത്രാസാ ജനന്യാ പുത്രദുഃഖത കൂപേ പാദകൃതോ രാത്രോ തേന സാ നിധനം ഗത. ഇപ്രകാരം പുത്രൻ പറഞ്ഞത് കേട്ട് ഭയപ്പെട്ടും അവൻ്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെയും ആ മാതാവ് ഒരു രാത്രിയിൽ കിണറ്റിൽ ചാടി മരിച്ചു. കുറിപ്പ്: ഭർത്താവിനെ വഞ്ചിച്ചതിൻ്റെയും ഒരു മഹാത്മാവിൻ്റെ അനുഗ്രഹം അവജ്ഞയോടെ അവഗണിച്ചതിൻ്റെയും പാപഫലം അവൾ തന്നെ അനുഭവിക്കേണ്ടി വന്നു. കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത പാപത്തിനാലും നരകത്തിൽ പതിക്കുകയും ചെയ്തു. ഗോകർണസ്തീർത്ഥയാത്രാർത്ഥം നിർഗതോ യോഗ സംസ്ഥിത ന ദുഃഖം ന സുഖം തസ്യ ന വൈരീനാഭിബാന്ധവ. ദുർജനങ്ങളുമായി സഹവദിക്കണ്ട എന്ന് നിശ്ചയിച്ച് ഗോകർണൻ യോഗനിഷ്ഠനായി തീർത്ഥയാത്രയ്ക്കായിട്ട് സ്ഥലം വിട്ടുപോയി. സംസാരികളെ പോലെ ദുഃഖമില്ല, സുഖവും ബാധകമല്ല, ശത്രുവില്ല, ബന്ധുക്കളുമില്ല. ഗീതയിൽ യോഗസ്ഥ ഗുരുകർമാണി എന്നും സമത്വം യോഗമുച്ചതേ എന്നും ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അതായത് മനസ്സ് മറ്റൊന്നിലും വ്യാപരിക്കാതെ ഭഗവാനിൽ ഉറപ്പിച്ചിരിക്കലാണ് യോഗനിഷ്ഠ. സംഘം ഉപേക്ഷിച്ച് മനസ്സിനെ ലൗകിക വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഏകാഗ്രമാക്കി സമനില പ്രാപിച്ച് കർമ്മം ചെയ്യണം എന്ന് അർത്ഥം. ദുന്ദുകാരി ഗൃഹേ തിഷ്ഠ പഞ്ചവന്യവധൂവ്രത അത്യുഗ്രകർമ്മകർത്താജ തൽപോഷണ വിമൂഢതി. പിതാവും മാതാവും മരിച്ചതോടെ ദുന്ദുകാരി ഗ്രഹത്തിൽ 5 വേശ്യാസ്ത്രീകളെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവരെ പോറ്റാൻ വേണ്ടി മഹാമൂഢബുദ്ധിയായ അവൻ അതിഘോരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. പിടിച്ചുപറിയും കൊലപാതകവും ഒക്കെ നടത്തിയെന്ന് അർത്ഥം. ഏകദാ കുലടാസ്താസ്തു ഭൂഷണാന്യഭിലിപ്സവ തദർത്ഥം നിർഗതോ ഗേഹാത് കാമാന്തോ മൃത്യുമസ്മരൻ. ഒരു നാൾ ആ വേശ്യകൾ അവനോട് ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ഒക്കെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അവൻ വീട് വിട്ടുപോയി. കാമാന്തനായ അവൻ തനിക്ക് മരണമുണ്ട് എന്നുകൂടി ഓർമ്മിച്ചില്ല. കാമം മൂലം സ്ത്രീക്ക് അടിമയാകുന്ന പുരുഷന് വിവേകം നശിക്കും. അവളുടെ വാക്ക് തെറ്റി നടക്കാൻ അവന് സാധിക്കുകയില്ല. അതാണ് കാമാന്തത. അതുമൂലം ആപത്തുണ്ടാകുമെന്നോ മരണം സംഭവിക്കുമെന്നോ അവൻ അപ്പോൾ ഓർമ്മിക്കുകയുമില്ല. യതസ്തദശ്ച സംഹൃത്യ വിത്തം വേശ്മ പുനർഗത താഭ്യോയച്ഛ സുവസ്ത്രാണി ഭൂഷണാനി ഗിയന്തിജ. സ്ത്രീകൾക്ക് അടിമയായി വിചാരശൂന്യനായി അവൻ പല സ്ഥലത്തു നിന്നും ധനം കവർന്നുകൊണ്ട് മടങ്ങിയെത്തി. വേശ്യാസ്ത്രീകൾക്ക് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊടുത്തു. ബഹുവിത്തജയം ദൃഷ്ട്വാ രാത്രോ നാര്യോ വ്യചാരയൻ ചൗര്യം കരോത്യസോ നിത്യം അതോ രാജാ ഗ്രഹീഷ്യതി. ദുന്ദുകാരി കൊണ്ടുവന്നിരിക്കുന്ന വലിയ ധനം കണ്ടപ്പോൾ രാത്രിയാൾ ആ വേശ്യകൾ പരസ്പരം കൂടി ആലോചിച്ചു. ഇയാൾ നിത്യവും മോഷണം നടത്തുന്നു, ഇവനെ തീർച്ചയായും രാജാവ് പിടിക്കാതിരിക്കുകയില്ല. വിത്തം ഹൃദ്വാ പുനശ്ചൈനം മാരയിഷ്യതി നിശ്ചിതം അതോർത്ത ഗുപ്തയേ ഗൂഢം അസ്മാഭി കിം ന ഹന്യതേ നിഹത്യൈനം ഗ്രഹീത്വാർത്ഥം യാസ്യാമോ യത്ര കുത്രചിത് ഇതിദാ നിശ്ചയം കൃത്വാ സുപ്തം സമ്പന്യരശ്മിഭിഃ പാശം കണ്ഠേ നിധായാസ്യ തന്മൃത്യുമുപചക്രമോ ത്വരിതം ന മമാരാസോ ചിത്രായുക്താസ്തദാ ഭവൻ. രാജാവ് ഇവനെ പിടിക്കുമ്പോൾ ഈ ധനമെല്ലാം എടുത്തുകൊണ്ടുപോയിട്ട് നിശ്ചയമായിട്ടും വധിക്കും. അതുകൊണ്ട് നമുക്ക് തന്നെ രഹസ്യമായിട്ട് ഇവനെ കൊന്നു കളഞ്ഞിട്ട് ഈ ധനം അപഹരിച്ചാൽ എന്താ? ഇവനെ കൊന്നിട്ട് ഈ ധനമെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും സ്ഥലം വിടാം എന്ന് തീരുമാനിച്ച് അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ കഴുത്തിൽ കയറ് കെട്ടി വലിച്ചു മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു. മഹാപാപിയായതിനാൽ മൃത്യു അവനെ അത്ര വേഗം പിടികൂടിയില്ല. കഴുത്ത് മുറുക്കിയിട്ടും അവൻ മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നവർ ചിന്തിക്കാൻ തുടങ്ങി. തപ്താങ്കാരസമൂഹാംശ തന്മുഖേ ഹി വിജിക്ഷിപോ അഗ്നിജ്വാലാദി ദുഃഖേന വ്യാകുലോ നിധനം ഗത. ജ്വലിക്കുന്ന തീക്കനൽ കോരിക്കൊണ്ടുവന്ന് അവൻ്റെ മുഖത്തും വായിലും കുത്തി നിറച്ചു. അഗ്നിജ്വാലയേറ്റ് വെന്ത് അവൻ വ്യാകുലപ്പെട്ട് പിടഞ്ഞു മരിച്ചു. തം ദേഹം
തം ദേഹം മുമുജുർഗർത്തെ പ്രായസാഹസികാ സ്ത്രീയ ന ജ്ഞാതം തദ് രഹസ്യം ദു കേനാപീതം തദൈവജ. അവൻ്റെ ശരീരത്തെ ഭൂമിയിൽ വലിയൊരു കുഴിയിൽ മറവു ചെയ്തു. സ്ത്രീകൾ ഇതൊക്കെ ചെയ്തോ എന്ന് സംശയിക്കേണ്ട. ദുഷ്ടസ്ത്രീകൾ സാഹസികരാണ്, എന്തു ചെയ്യാനും മടിക്കില്ല. അവർ രഹസ്യമായി ചെയ്ത കാര്യങ്ങൾ മറ്റാരും അറിഞ്ഞതുമില്ല. ലോകേ പൃഷ്ടാവസന്തി സ്വാ ദൂരം യാതപ്രിയോ ഹി നഃ ആഗമിഷ്യതി വർഷേസ്മിൻ പിത്തലോപവികർഷിത. ദുന്ദുകാരി എവിടെയെന്ന് നാട്ടിലുള്ളവർ ചോദിച്ചു തുടങ്ങിയപ്പോൾ ദൂരദിക്കിലേക്ക് പോയിരിക്കുന്നുവെന്നും ഇവിടത്തെ ധനം വിട്ടിരിക്കാൻ മനസ്സ് വരാത്തതിനാൽ ഒരു വർഷത്തിനകം മടങ്ങി വരുമെന്നും പറഞ്ഞു പരത്തി. സ്ത്രീണാം നൈവതു വിശ്വാസം ദുഷ്ടാനാം കാരയേദ്ഭുത വിശ്വാസേ യസ്തിതോ മൂഢ സദുഃഖേ പരിഭൂയതേ. സൂതൻ ഉപദേശിക്കുന്നു, അറിവുള്ളവർ ദുഷ്ടസ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കരുത്. അവർ മരിച്ചുപോയവരാണെങ്കിൽ കൂടി ഭയപ്പെടണം. സ്ത്രീകളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന മൂഢനായ പുരുഷന് പലതരം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. ദുഷ്ടബുദ്ധികളായ സ്ത്രീകൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. മാത്രമല്ല അവർ ഭ്രമത്തിൻ്റെയും മായയുടെയും പ്രത്യക്ഷ രൂപരാണ്. മോക്ഷമാർഗത്തെ തടസ്സപ്പെടുത്തും. മഹാന്മാർ പറഞ്ഞിരിക്കുന്നത് മേഘത്തിൻ്റെ നിഴൽ, വൈക്കോലിൻ്റെ തീയ്, നീചരുടെ സേവ, കാനൽ ജലം, വേശിയുമായുള്ള സംഗമം, കുബുദ്ധിയായ മിത്രം ഇവ ക്ഷണമാത്രം കൊണ്ട് തീരും എന്നാണ്. സുധാമയം വജോയാസാം കാമിനാം രസവർദ്ധനം ഹൃദയം ശുരധാരാപം പ്രിയഭൂ നാമയോഷിതാം. വാക്കിൽ അമൃതമയം, കാമികൾക്ക് രസം വർദ്ധിപ്പിക്കും. എന്നാൽ ഹൃദയമാകട്ടെ ശുരകന്റെ കത്തി പോലെ മൂർച്ചയുള്ളതും. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവനായിട്ട് ആരാണുള്ളത്? എല്ലാവരെയും അവർ പ്രിയപ്പെട്ടവനെന്ന് പറയും. ആരിലും യഥാർത്ഥ പ്രിയമില്ലതാനും. ഇത്തരത്തിലുള്ളവർ ദുഷ്ടരാണെന്ന് ബുദ്ധിമാന്മാർ മനസ്സിലാക്കണം. സംഹൃത്യാവിത്തം യാഥാകുലടാ ബഹുഭതൃക ദ്വന്ദ്കാരീ ബഭൂവാദ മഹാൻ പ്രേതകുകർമ്മത. ധനം കൊടുക്കുന്നവരെയൊക്കെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്ന ആ കുലടകൾ ഭവനത്തിലുള്ള ധനമൊക്കെ എടുത്തുകൊണ്ട് അവിടെ വിട്ടുപോയി. കുൽസിത കർമ്മങ്ങൾ ചെയ്ത പാപിയായ ദുന്ദുകാരി മഹാപ്രേതമായി തീർന്നു. അരൂപിയാണെങ്കിലും വൈഭോഗരെ കാണുമ്പോൾ ഭയങ്കര രൂപം ധരിച്ചു നിൽക്കും, അസ്പഷ്ടമായിട്ട് വാക്കുച്ചരിക്കും. ഇങ്ങനെയുള്ള പ്രേതത്തെ മഹാപ്രേതം എന്ന് പറയുന്നു. വാത്യാരൂപധരോ നിത്യം താവൻ ദശദിശോന്തരം സീതാതപരിക്ലിഷ്ടോ നിരാഹാരപിപാസിത. നിത്യവും ചുഴലിക്കാറ്റിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് 10 ദിക്കിലും ചലിച്ചുകൊണ്ടിരുന്നു. തണുപ്പും ചൂടും സഹിച്ചുകൊണ്ട് ആഹാരമില്ലാതെ തളർന്നും ദാഹിച്ചു വലഞ്ഞും ആ പ്രേതം അലഞ്ഞു. നലേബേ ശരണം ക്വാബീഹ ദേവേദീ മുഹുർവദൻ കിയത്കാലേന ഗോകർണോ മൃതം ലോകാദബുദ്ധ്യത. ആ ദൈവമേ, എനിക്കൊരു ദിക്കിലും ശരണമില്ലല്ലോ, എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് വീണ്ടും വീണ്ടും വിലപിച്ചുകൊണ്ട് അവൻ അവിടെ അലഞ്ഞു തിരിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തീർത്ഥാടനം നടത്തുകയായിരുന്ന ഗോകർണൻ ദുന്ദുകാരി മരിച്ച വിവരം വഴിയിൽ കണ്ടുമുട്ടിയ ചില നാട്ടുകാരിൽ നിന്നും കേട്ടറിഞ്ഞു. അനാഥം തം വിദിത്വൈവാഗയാഷാദമജീകരത് യസ്മിൻ തീർത്ഥേതു സംയാതി തത്ര ഷാർദ്ധമവർത്തയത്. മരിച്ചുപോയ അനാഥനായ ദുന്ദുകാരിക്ക് പരലോകക്രിയകൾ ചെയ്യാൻ ആരുമില്ല എന്നറിഞ്ഞിരുന്ന ഗോകർണൻ അവനു വേണ്ടി ഗയാഷാദം ചെയ്തു. പിന്നീട് ഏതേത് തീർത്ഥത്തിൽ പ്രവേശിക്കുന്നുവോ അവിടെയൊക്കെ ദുന്ദുകാരിക്ക് സൽഗതി കിട്ടാനായി ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിച്ചു. ഏവം പ്രമൻസ ഗോകർണ സ്വപുരം സമുപേയുവാൻ രാത്രോ ഗ്രഹാങ്കണേ സപ്തും ആഗതോ ലക്ഷിതപ്പരെ. ഇപ്രകാരം തീർത്ഥാടനം നടത്തി കഴിഞ്ഞ് ഗോകർണൻ സ്വന്തം നാട്ടിൽ മടങ്ങിയെത്തി. രാത്രിയിൽ അന്യരാരും അറിയാതെ ഗ്രഹത്തിൻ്റെ അങ്കണത്തിൽ ഉറങ്ങാൻ കിടന്നു. തത്ര സുപ്തം സവിജ്ഞായ ദുന്ദുകാരി സ്വബാന്ധവം നിശീതേ ദർശയാമാസ മഹാരൗദരം ബഭുഹു. രാത്രിയിൽ തൻ്റെ ബന്ധുവായ ഗോകർണൻ അവിടെ ഉറങ്ങുന്നു എന്നറിഞ്ഞ ദുന്ദുകാരിയുടെ പ്രേതം അതിഭയങ്കര രൂപത്തിൽ അവിടെ പ്രത്യക്ഷമായി. ഭൂതപ്രേത പിശാചുക്കൾ രാത്രിയാണല്ലോ ക്രീഡിക്കുന്നത്. സഗന്മേഷ സകൃത സ്ത്രീ സകൃച്ഛ മഹിഷോഭവത് സകൃത് ഇന്ദ്ര സകൃച്ഛാഗ്നി പുനശ്ച പുരുഷോഭവത്. ആ പ്രേതത്തിൻ്റെ വിക്രിയകൾ ഇവയൊക്കെ ആയിരുന്നു. ഒരിക്കൽ ആടിൻ്റെയും, ഇനിയൊരിക്കൽ ആനയുടെയും, പിന്നെ പോത്തിൻ്റെയും, പിന്നെ ഇന്ദ്രൻ്റെയും, അഗ്നിയുടെയും, അവസാനം മനുഷ്യൻ്റെയും ആകൃതിയിൽ അത് പ്രത്യക്ഷപ്പെട്ടു. വൈപരീത്യമിതം ദൃഷ്ട്വാ ഗോകർണോ ധൈര്യസംയുത അയം ദുർഗതിക കോപി നിശ്ചിത്യ തതമബ്രവീത്. ഇങ്ങനെ വിവിധ രൂപങ്ങൾ മാറി മാറി കണ്ടപ്പോൾ
സൽഗതി ലഭിക്കാതെ അലയുന്ന ഏതോ പ്രേതമാണ് അതെന്ന് ഗോകർണന് മനസ്സിലായി. ധൈര്യം അവലംബിച്ചുകൊണ്ട് അതിനോട് പറഞ്ഞു. ഗോകർണവും വാച കസ്തമുഗ്രതരോ രാത്രോ കുതോയാദൂദശാമിമാം കിം വാ പ്രേതപിശാചോ വാ രാക്ഷസോസീതി ശംസനഃ. ഗോകർണൻ പറഞ്ഞു, രാത്രിയിൽ അതിഭയങ്കര രൂപങ്ങളിൽ വന്നിരിക്കുന്ന നീ ആരാണ്? നിനക്ക് ഇങ്ങനെ അവസ്ഥ വരാൻ എന്താണ് കാരണം? നീ പ്രേതമാണോ, പിശാചാണോ, രാക്ഷസനാണോ എന്ന് ഞങ്ങളോട് പറയുക. സൂതൗവാച ഏവം പൃഷ്ടസ്തദാതേനരുരോധോച്ചേ പുനഃ പുനഃ അശക്തോ വചനോച്ചാരി സംജ്ഞാമാത്രം ജകാരഃ. സൂതൻ പറഞ്ഞു, ഗോകർണൻ ഇങ്ങനെ ചോദിച്ചത് കേട്ട് ആ പ്രേതം വീണ്ടും വീണ്ടും ഉച്ചത്തിൽ കരഞ്ഞു. വാക്കുകൾ ഉച്ചരിക്കാൻ അശക്തനായതിനാൽ സംജ്ഞ മാത്രം കാണിച്ചു. വാക്കുകൊണ്ട് പറയാൻ കഴിയാത്ത കാര്യം ആംഗ്യം കാണിച്ചു പറഞ്ഞു എന്നർത്ഥം. തതോഞ്ജലോ ജലം കൃത്വാ ഗോകർണസ്തമുദൈരയത് തത്സേകഹതപാബോസു പ്രവക്തും ഉപചക്രമേ. അത് കണ്ട് ഗോകർണൻ ജലം കയ്യിലെടുത്ത് ആ പ്രേതത്തിന് മേൽ തളിച്ചു. ജലസ്പർശമേറ്റ് പാപം നശിച്ച പ്രേതത്തിന് സംസാരശേഷി കിട്ടി. ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. പ്രേതോവാച അഹം പ്രാതാ തുദീയോസ്മി ദുന്ദുകാരീതി നാമത സ്വകീയേനൈവ ദോഷേണ ബ്രഹ്മത്വം നാശിതം മയാ. പ്രേതം പറഞ്ഞു, ഞാൻ നിന്റെ സഹോദരനാണ്. എൻ്റെ പേര് ദുന്ദുകാരി. എൻ്റെ സ്വന്തം ദോഷം കൊണ്ട് എനിക്ക് ബ്രാഹ്മണ്യം നശിച്ചു. കർമ്മണോ നാസ്തി സംഖ്യാമേ മഹാജ്ഞാനേ വിവർത്തിന ലോകാനാഭിംസകസ്സോഹം സ്ത്രീബർദുഃഖേന മാരിത. മഹാജ്ഞാനത്തിൽ മുഴുകി ജീവിതം നയിച്ചിരുന്നതിനാൽ ഞാൻ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങൾക്ക് സംഖ്യയില്ല. ലോകരെ മുഴുവൻ ഹിംസിച്ചു ജീവിച്ച് എന്നെ വേശ്യാസ്ത്രീകൾ വളരെ കഷ്ടപ്പെടുത്തി കൊന്നു. അത പ്രേതത്വമാപന്നോ ദുർദശാം ജവഹാമ്യഹം വാതാഹാരേണ ജീവാമി ദൈവാദീന ബലോദയാത്. അതിനാൽ പ്രേതമായി തീർന്ന ഞാൻ ഇങ്ങനെ ദുർദശ അനുഭവിക്കുന്നു. കാറ്റ് ഭക്ഷിച്ച് ജീവിക്കുന്നു. ജന്മാന്തരത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അഹോ ബന്ധോ കൃപാസിന്ധോ ഭ്രാതർമാമാശുമോജയ ഗോകർണോപജനം ശ്രുത്വ തൈസ്മാ വാക്യമതാബ്രവീത്. എനിക്ക് ഏക ബന്ധുവായുള്ളവനെ, കൃപാസിന്ധു, എൻ്റെ സഹോദര, നീ എന്നെ ഈ കഷ്ടാവസ്ഥയിൽ നിന്ന് വേഗം രക്ഷിച്ചാലും. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഗോകർണൻ പ്രേതത്തോട് ഇങ്ങനെ പറഞ്ഞു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.